ഹായ് മെമ്പേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അപ്പെക്സ് ടോക്കണിൻ്റെ വിഡ്രോവലാണ്. അതായത് ഇപ്പം സെപ്റ്റംബർ മാസം കമ്പനി പുതിയൊരു വാലറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ജനറൽ ആർഒഐ വാലറ്റ് എന്ന് പറയുന്ന ഫേസ് 2 പ്രോഗ്രാമിൽ. അത് ഫേസ് 1 നിന്ന് ഫേസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നവരുടെ റിവാർഡായിട്ടാണ് ജനറൽ ആർഒഐ വാലറ്റിൽ വരുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് വിഡ്രോൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ, അതായത് സ്റ്റേക്കഡ് എമൗണ്ടിൻ്റെ 5% ആണ്. ഇപ്പം ക്യാപിറ്റൽ വരുന്നത് 12,320 ഈ എമൗണ്ടാണ് സ്റ്റേക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 616 ടോക്കൺ നമ്മൾ വിഡ്രോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് വിഡ്രോൾ ചെയ്യുന്നത് ഇടത് സൈഡിൽ 3 വരെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിഡ്രോൾ നൗ എടുക്കുക. വിഡ്രോൾ നൗ എടുക്കുമ്പോഴേക്കും ഇവിടെ ലിമിറ്റ് കാണിക്കുന്നുണ്ട് 10 to 10 lakh അപ്പെക്സ്. ഇവിടെ നമ്മൾ വിഡ്രോൾ നൗ കൊടുക്കുന്നുണ്ട്, അവിടെ 616 അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ മെയിൻ ബാലൻസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ മെയിൻ ബാലൻസിനോട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജനറൽ ആർഒഐ വാലറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൺഫേം കൊടുക്കണം. കൺഫേം കൊടുത്ത ശേഷം നമുക്കിങ്ങനെ കാണിക്കും. ടോട്ടൽ എമൗണ്ട് നമ്മൾ 616 ആണ്, അതിൻ്റെ 10% വിഡ്രോൾ ചാർജ് പോകുന്നുണ്ട്. ബാലൻസ് നമുക്ക് കാണാൻ പറ്റും അവിടെ കിടക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നമ്മുടെ വിഡ്രോവൽ, അതായത് BSC സ്കാൻഡ് അഡ്രസ്സോ ഐഡിയിലുള്ള ഇല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ ടോക്കൺ ട്രസ് ചെയ്യേണ്ട BEP20 അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം നമ്മൾ സെൻഡ് OTP കൊടുക്കുക. OTP രജിസ്റ്റർ മെയിൽ ID സെൻഡ് ആവുന്നതാണ്. ആ OTP ഇവിടെ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിഡ്രോവൽ സക്സസ് ആവുള്ളൂ. അപ്പം അണ്ടർ ഓഡിറ്റിന് ശേഷം നമുക്ക് ടോക്കൺ റിസീവ് ആകുന്നതാണ്. ആ ടോക്കൺ നമുക്ക് വിൽക്കാവുന്നതാണ്. ട്രേഡ് ചെയ്ത് നമ്മുടെ ലിസ്റ്റഡ് എക്സ്ചേഞ്ചിൽ നമുക്ക് ടോക്കൺ വിൽക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.